ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രത്യാശ നഷ്ടപ്പെട്ട് പ്രതീക്ഷകൾ തകർന്ന വേദനയിലും ദുഃഖത്തിലും വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ പ്രഭാതത്തിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു. കർത്താവായ ദൈവം, പ്രത്യാശയുടെ ദൈവം, അനുഗ്രഹങ്ങളുടെ ദൈവം, നവജീവൻ നൽകുന്ന ദൈവം, പുതിയ ചൈതന്യം നൽകുന്ന ദൈവം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നൽകുന്ന ദൈവം, സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനപുഷ്ടി നൽകുന്ന ദൈവം, കുടുംബത്തിൽ സമാധാനമില്ലാത്തവർക്ക് കുടുംബ സമാധാനം നൽകുന്ന ദൈവം, പരാജിതർക്ക് വിജയം നൽകുന്ന ദൈവം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ഈ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. നാം ഒരുമിച്ച് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ അംഗങ്ങളെയും ഈ പ്രഭാതത്തിൽ ദൈവം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് നഷ്ടഭാരങ്ങളെയെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. എല്ലാ ദുഃഖവും വേദനയും കർത്താവിൽ സമർപ്പിക്കാം. നമ്മുടെ പ്രതീക്ഷകൾ തകർന്നു പോയപ്പോൾ ഉള്ള ദുഃഖം, കുടുംബാംഗങ്ങളെക്കുറിച്ച് ഓർത്ത ദുഃഖം, പരീക്ഷയെക്കുറിച്ച് ദുഃഖിക്കുന്ന മക്കൾ, മാതാപിതാക്കളെക്കുറിച്ച് ഓർത്തുള്ള മക്കളുടെ ദുഃഖം, മക്കളെക്കുറിച്ചുള്ള മാതാപിതാക്കളുടെ ദുഃഖം, ജോലിയില്ലാത്തതിൻ്റെ ദുഃഖം, വേദനയുടെയും നിസ്സഹായതയുടെയും ദുഃഖം, ശാരീരിക ക്ലേശത്തിൽ ഉള്ള ദുഃഖം, സമ്പത്തില്ലായ്മയിൽ ഉള്ള ദുഃഖം, അനവധി ദുഃഖങ്ങൾക്ക് ഇന്ന് നാം അടിമകളാണ് എങ്കിൽ ഇന്ന് കർത്താവിൽ നിന്നും അവിടുത്തെ ആനന്ദം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ദൈവത്തോട് കൂടെയായിരിക്കാൻ നമുക്കിന്ന് ശ്രമിക്കാം. കർത്താവായ ദൈവം തൻ്റെ ദാസരായ നാം ഓരോരുത്തരെയും അവിടുത്തോട് ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നു. കർത്താവിൽ പൂർണ്ണമായും നിങ്ങളെ തന്നെ സമർപ്പിക്കുക. കർത്താവിനോട് ചേർന്ന് നിൽക്കുക. അവിടുന്ന് സകലതും നിങ്ങൾക്കായി നൽകിയിരിക്കും. മനോഹരമായ ഒരു ജീവിതമാണ് കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും വെച്ചിരിക്കുന്നത്. ഒരു വലിയ പദ്ധതിയാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ളത്. മനുഷ്യർ ചിന്തിക്കാൻ കഴിയാത്ത അത്രമാത്രം ഉന്നതമാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ചിന്ത. അതിനാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവത്തിൻ്റെ കൃപയാൽ നിറയുക, ദൈവത്തിൻ്റെ ശക്തിയാൽ നിറയുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയുക, ദൈവവചനം പഠിക്കുക, പ്രാർത്ഥനയിലൂടെ ദൈവവുമായി എപ്പോഴും ഒന്നാകുക, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ പൂർത്തിയാക്കുക. അങ്ങനെ ദൈവത്തോട് കൂടെയായിരിക്കുമ്പോൾ നമുക്ക് എല്ലാവിധ സന്തോഷവും ആനന്ദവും അഭിവൃദ്ധിയും മനോഹരമായ ഒരു ജീവിതവും നമുക്കുണ്ടാകും. അതിനാൽ ഇന്നുവരെയുള്ള നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം സംഭവിക്കണം എന്നുണ്ട് എങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാം. ഹൃദയം കൊണ്ട് ദൈവം കരുണയുള്ളവനായതുപോലെ നമുക്കും കരുണയുള്ളവരായിരിക്കാം. ദൈവം വിശ്വസ്തനായതുപോലെ നമുക്കും വിശ്വസ്തരായിരിക്കാം. ദൈവം നീതിമാനായതുപോലെ നമുക്കും നീതിപാതയിൽ നമുക്കും സഞ്ചരിക്കാം. ഇന്ന് എല്ലാവിധ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. നിങ്ങളുടെ എല്ലാ ദുഃഖവും കർത്താവിൽ സമർപ്പിക്കുക. നിങ്ങളുടെ ദുഃഖം ആനന്ദമായി കർത്താവ് മാറ്റും. വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ മക്കളുടെ പരീക്ഷകളെ സമർപ്പിക്കാം. ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങളെ സമർപ്പിക്കാം. കുടുംബത്തിൽ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ നമുക്കിപ്പോൾ ഈ പ്രാർത്ഥനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നിങ്ങളുടെ യാത്രകളെ സമർപ്പിക്കാം. നിങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങളെ സമർപ്പിക്കാം. എല്ലാത്തിനും ദൈവത്തിൽ പ്രതിവിധിയുണ്ട്. കർത്താവായ യേശുവാണ് നിങ്ങൾക്കുള്ള പരിഹാരം. അതിനാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം നാഥനും രക്ഷകനും കർത്താവുമായി ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അവിടത്തേക്ക് വേണ്ടി നിങ്ങൾ ജീവിതം മാറ്റിവെക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതം വലിയ അനുഗ്രഹമുള്ള ജീവിതമായി മാറും. വിശ്വാസത്തോടെ ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36 അധ്യായം
8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ മലകളെ, നിങ്ങൾ ശാഖകൾ കിളിർപ്പിച്ച് എൻ്റെ ജനമായ ഇസ്രായേലിനു വേണ്ടി ഫലം പുറപ്പെടുവിക്കുവിൻ. അവരുടെ പ്രത്യാഗമനം അടുത്തിരിക്കുന്നു. ഇതാ, ഞാൻ നിങ്ങൾക്കു വേണ്ടി നിലകൊള്ളുന്നു. ഞാൻ നിങ്ങളിലേക്ക് തിരിയും. നിങ്ങളിൽ ഉഴവും വിതയുമുണ്ടാകും. നിങ്ങളിൽ വസിക്കുന്ന ജനത്തെ, ഇസ്രായേൽ ഭവനം മുഴുവനെയും തന്നെ ഞാൻ വർദ്ധിപ്പിക്കും. പട്ടണങ്ങളിൽ ജനവാസമുണ്ടാവുകയും നശിച്ചുപോയ സ്ഥലങ്ങൾ പുനരുദ്ധരിക്കപ്പെടുകയും ചെയ്യും. മനുഷ്യരെയും മൃഗങ്ങളെയും ഞാൻ നിങ്ങളിൽ വർദ്ധിപ്പിക്കും. അവർ സന്താന പുഷ്ടിയുള്ളവരായി പെരുകും. പൂർവകാലങ്ങളിൽ എന്ന പോലെ നിങ്ങളിൽ ആളുകൾ വസിക്കുന്നതിന് ഞാൻ ഇടയാക്കും. മുൻകാലങ്ങളിലേക്കാൾ കൂടുതൽ നന്മ ഞാൻ നിങ്ങൾക്ക് വരുത്തും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ അങ്ങയെ ആരാധിക്കുവാൻ, അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങയ്ക്ക് നന്ദി പറയുവാൻ, അങ്ങയോടൊത്തായിരിക്കുവാൻ വീണ്ടും ഒരവസരം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. വീണ്ടും ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് ആയുസ് കൂട്ടിത്തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഇന്നീ പുതിയ ദിവസം നിന്റെ പുതിയ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ദുഃഖവും, ഈ മക്കളുടെ എല്ലാ ദുഃഖവും നീ കാണുന്നുണ്ടല്ലോ. ദൈവമേ, ഇവരുടെ ദുഃഖം ആനന്ദമാക്കി മാറ്റണമേ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഇവരുടെ ദുഃഖത്തിൻ്റെ കാരണങ്ങളെ നീ സുഖപ്പെടുത്തി അനുഗ്രഹിക്കണമേ. കർത്താവേ, കുടുംബത്തിൽ, ഭവനത്തിൽ, ജോലിസ്ഥലത്തിൽ, സ്കൂളിൽ, കോളേജിൽ, മറ്റ് എല്ലായിടത്തും ദുഃഖിക്കാനുള്ള കാരണങ്ങളെ നീ എടുത്തു മാറ്റണമേ. കർത്താവെ, നിന്നിൽ ആശ്രയിക്കുന്നവർക്ക്, നിന്നിൽ വസിക്കുന്നവർക്ക്, നിന്നോട് ചേർന്ന് നിൽക്കുന്നവർക്ക് നീ എല്ലാ ദുഃഖവും ആനന്ദമാക്കി മാറ്റും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ദുഃഖം നീ ആനന്ദമാക്കി മാറ്റണമേ. ഞങ്ങളിൽ സന്താനങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് സന്താന പുഷ്ടി നൽകി നിന്റെ വാഗ്ദാന പ്രകാരം അവരെ അനുഗ്രഹിക്കണമേ. കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ. മക്കളെ നൽകിയവർക്ക് നല്ല വിജ്ഞാനം നൽകി മക്കളെ നീ ആഗ്രഹിക്കുന്ന രീതിയിൽ വലുതാക്കാൻ കർത്താവേ, വിജ്ഞാനം നൽകി, വിവേകം നൽകി എല്ലാ ദമ്പതിമാരെയും മാതാപിതാക്കളെയും നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ തന്ന മക്കളെ ഞങ്ങൾ നിനക്ക് സമർപ്പിക്കുന്നു. അവരുടെ എല്ലാ പ്രയാസങ്ങളെയും നീ എടുത്തു മാറ്റണമേ. ഞങ്ങളുടെ മക്കളുടെ ദുഃഖത്തിൻ്റെ കാരണം ഞങ്ങൾക്ക് അറിവില്ല, എന്നാൽ നിനക്കതറിയാം. കുടുംബത്തിൻ്റെ ഓരോ അവസ്ഥയും മക്കളെ ബാധിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിനാൽ ഞങ്ങളുടെ മക്കളെ എപ്പോഴും നിന്നിൽ സന്തോഷിക്കുന്നതിനു വേണ്ടി നിന്നിൽക്ക് ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ മേൽ കരുണ തോന്നണമേ. അവരുടെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഇപ്പോൾ പഠിക്കുന്ന മക്കളെ എല്ലാവരെയും നീ അനുഗ്രഹിച്ച് അവരുടെ ദുഃഖം എല്ലാം എടുത്തു മാറ്റി അവരുടെ ദുഃഖം എന്നേക്കും ആനന്ദമാക്കി മാറ്റണമേ. കർത്താവേ, നിനക്ക് മാത്രമേ ഞങ്ങളുടെ കുഞ്ഞുമക്കളുടെ മനസ്സിൻ്റെ വേദന അറിയാൻ പാടുള്ളൂ. നിനക്ക് മാത്രമേ അതിൻ്റെ കാരണം മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. കർത്താവേ, നീ ഞങ്ങൾക്ക് നൽകിയ കുഞ്ഞുങ്ങളെ നീ ആഗ്രഹിക്കുന്നത് പോലെ വളർത്തുവാനുള്ള വിവേകം നൽകി, വിജ്ഞാനം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ കുടുംബത്തെ ഇന്ന് ഓരോരുത്തരെയും നീ അഭിഷേകം ചെയ്യണമേ. കർത്താവായ ദൈവമേ, എല്ലാ കാര്യങ്ങളിലും നീ ഞങ്ങൾക്ക് അഭിവൃദ്ധി നൽകി മനോഹരമായ ശാശ്വതമായ സന്തോഷം നൽകി നല്ലൊരു ജീവിതം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിന്നിൽ വസിക്കാൻ കൃപ തരണമേ. എന്തെന്നാൽ ഞങ്ങൾക്ക് ആഗ്രഹമുള്ള, ആവശ്യമുള്ള എല്ലാ നന്മകളും നിന്നിൽ നിന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. കർത്താവേ, ഇന്നത്തെ ദിവസം സകല നന്മകളും നീ പുനരുദ്ധരിച്ച് ഒരു ശാശ്വതമായ സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും നൽകി എല്ലാ കാര്യങ്ങളും നിന്റെ സംരക്ഷണത്തിന് കീഴിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ എടുത്തു മാറ്റി, അവിശ്വാസം എടുത്തു മാറ്റി, സംശയം എടുത്തു മാറ്റി, കലഹവും ദാരിദ്ര്യവും എല്ലാം എടുത്തു മാറ്റി ഞങ്ങളുടെ കുടുംബത്തിൽ നീ സമ്പൽ സമൃദ്ധിയാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ
സന്തോഷത്താൽ നീ നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ. കുടുംബാംഗങ്ങളെ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, കുടുംബാംഗങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ അവിടെ ദൈവിക അനുഭവങ്ങൾ ഉണ്ടാകാൻ നീ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥനും രക്ഷകനും കർത്താവുമായി വാഴണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നീ വാഴണമേ. ഞങ്ങളുടെ ജോലി സ്ഥലത്ത് നീ വാഴണമേ. ഞങ്ങളുടെ പഠന മേഖലയിൽ നീ വാഴണമേ. ഞങ്ങളുടെ എല്ലാ ആയിരിക്കുന്ന അവസ്ഥയിൽ നീ വാഴണമേ. കർത്താവേ, നിനക്ക് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷവും സമാധാനവും നൽകാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ഞങ്ങൾ ഒരിക്കലും നിന്നിൽ നിന്ന് അകന്നു പോകാതെ നിന്നോട് ചേർന്ന് നിൽക്കുവാൻ, നിന്നെ ആരാധിക്കുവാൻ, നിനക്ക് നന്ദി അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണുനീരൊപ്പി ഈ പ്രാർത്ഥനയിലൂടെ വലിയ സന്തോഷവും സമാധാനവും ഇന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്നിൽ പൂർണ്ണമായും ഞങ്ങൾ വിശ്വാസമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവനെ നീ പുനരുദ്ധരിക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ നീ വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ സന്തോഷത്തെ നീ വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ സമാധാനത്തെ നീ ഇരട്ടിയാക്കണമേ. ഞങ്ങളുടെ സമ്പത്തിനെ നീ അഭിവൃദ്ധിപ്പെടുത്തണമേ. ഇന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ സഹായമയച്ച് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഇന്നത്തെ ഞങ്ങളുടെ യാത്രകൾ എല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് നിന്റെ പൂർണ്ണ സംരക്ഷണം നൽകണമേ. ആശുപത്രിയിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. കർത്താവേ, നീ സൗഖ്യം നൽകി അവരെ അനുഗ്രഹിക്കണമേ. സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഇപ്പോൾ നീ സുഖപ്പെടുത്തണമേ. കർത്താവേ, ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുന്നവരെ സമർപ്പിക്കുന്നു. വിജയം നൽകി അനുഗ്രഹിക്കണമേ. ഇന്ന് പരീക്ഷ എഴുതുന്നവരെ സമർപ്പിക്കുന്നു. നിന്റെ കരം പിടിച്ച് അവർ നല്ലതുപോലെ ശരിയായ ഉത്തരം എഴുതാൻ നീ കൃപ കൊടുക്കണമേ. എല്ലാം പഠിച്ചതെല്ലാം ഓർക്കാനുള്ള ശക്തി കൊടുക്കണമേ. നല്ല കോൺസെൻട്രേഷൻ കൊടുത്ത് അവർക്ക് പരീക്ഷ എഴുതാൻ കൃപ കൊടുക്കണമേ. നീ കൂടെ ഇരുന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ പരീക്ഷ എഴുതിപ്പിക്കണമേ. എല്ലാ മേഖലയിലും ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാകട്ടെ. ഇന്ന് സമാധാനത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ദൈവിക ആനന്ദത്തിൻ്റെയും ചൈതന്യത്തിൻ്റെയും നിറവുള്ള ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിരാശയും ഭയവും എടുത്തു മാറ്റി സന്തോഷം കൊണ്ട് നിറയ്ക്കണം. എല്ലാവരുടെയും ദുഃഖം ആനന്ദമായി ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് നിങ്ങളുടെ ദുഃഖത്തെ ആനന്ദമാക്കി മാറ്റട്ടെ. നിങ്ങളുടെ ദുഃഖം നിങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. യേശു നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സമാധാനവും ആനന്ദവും സന്തോഷവും സ്നേഹവും കൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയം നിറയട്ടെ. കർത്താവേ, നിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെ നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ, അങ്ങേക്ക് സർവ്വ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും നന്ദിയും അർപ്പിക്കുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഇന്ന് ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങൾ കാണുന്നതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് ഈ ദിവസം മുഴുവനും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദുഃഖം എടുത്തു മാറ്റി, വേദന എടുത്തു മാറ്റി, സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കട്ടെ. നിങ്ങളുടെ എല്ലാ പരാജയങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളിലും, സാമ്പത്തിക ആവശ്യങ്ങളിൽ, ആരോഗ്യ പ്രശ്നങ്ങളിൽ, കുടുംബ പ്രശ്നങ്ങളിൽ കർത്താവ് ഇടപെട്ട് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും പ്രശ്നങ്ങൾക്ക് പരിഹാരവും നൽകി ഇന്ന് എല്ലാ മേഖലയിലും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സംരക്ഷിക്കട്ടെ, കാത്തുപരിപാലിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾ കഴിയുന്ന എല്ലാവരിലേക്കും ഇത് അയച്ചു കൊടുക്കുക. ഇത് ഷെയർ ചെയ്യും തോറും നിങ്ങളുടെ അനുഗ്രഹവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കൂടെ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും. ആമേൻ.